ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മലയോര അതോറിറ്റി രൂപീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം ഉപാധിരഹിത പട്ടയങ്ങൾ നൽകണമെന്നും വന്യജീവി ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരം 2 മാസത്തിനുള്ളിൽ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് PMA ഷുക്കൂർ പറഞ്ഞു. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുള്ള സർക്കാരാണ് നിലവിൽ അധികാരത്തിലുള്ളതെന്നും ദുർഭരണം മൂലം കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയൻ സർക്കാർ സാമ്പത്തിക സ്ഥിതി മോശമാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അതായത് ഒരു ഗവൺമെന്റ് വന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, സാമ്പത്തികമായി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സർക്കാരാണ് ഇപ്പോഴുള്ളത്. കാരണം കഴിഞ്ഞ 10 കൊല്ലക്കാലം നാട് ഭരിച്ചു മുടിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. ഉടനെ തന്നെ വന്യജീവി അക്രമത്തിന് ശാശ്വതമായ പരിഹാരം അത് UDF ഏറ്റവും പ്രധാന വിഷയമായി എടുത്തിട്ടുണ്ട്. 1-2 മാസങ്ങൾക്കകം അതിന്റെ പ്രവർത്തനം ആരംഭിക്കും. ദുരിതം അനുഭവിക്കുന്നവരാണ് ഇടുക്കി ജില്ലക്കാർ. അപ്പോ UDFന്റെ ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രതിപക്ഷ നേതാവായിരിക്കും ഉറപ്പ് കൊടുത്തു പോയിട്ടുള്ളതാണ്. ഭൂപ്രശ്നം പരിഹരിക്കാൻ, അവർക്ക് ഉപാധിരഹിത പട്ടയം കൊടുക്കാൻ തുടങ്ങി ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അത് പരിഹരിച്ച് മുന്നേറും. മുസ്ലിം ലീഗ് പാർട്ടിക്ക് മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്. ഈ ജില്ലയിൽ ഒരു അതോറിറ്റി, അതിനായി ഒരു മലയോര അതോറിറ്റി രൂപീകരിച്ചുകൊണ്ട് തന്നെ ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. അതിന് എന്തെല്ലാം ശ്രമമുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും, UDFന്റെ ഗവൺമെന്റ് ഉണ്ടാകും, ഈ മന്ത്രിസഭ ഉണ്ടാകും എന്നറിയാം.